ആരെക്കുറിച്ചെങ്കിലും ദോഷം പറയുന്നതാണ് ദൂഷണം. ബ്ലാസ്ഫീമിയോ എന്ന ഗ്രീക്ക് ധാതുവിന് മാനം കെടുത്തുക, ദുഷിക്കുക, ചീത്തയാക്കുക, അസഭ്യം പറയുക എന്നീ അർത്ഥങ്ങളുണ്ട്. 5 എബ്രായ ധാതുക്കളാണ് ഈ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്നാമത്തേത് നാറ്റ്സ്, ദുഷിക്കുക. ലേവ്യപുസ്തകം 24:11, സങ്കീർത്തനം 74:18, യെശയ്യാപ്രവചനം 52:5. 2 ഗാദഫ്, നിന്ദിക്കുക, ദുഷിക്കുക. 2 രാജാക്കന്മാർ 19:6-22, യെശയ്യാവ് 47:6-33, യെഹെസ്കേൽ 20:27, സങ്കീർത്തനം 44:16. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഹാറഫ് എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥവും ദുഷിക്കുക എന്നാണ്. യെശയ്യാപ്രവചനം 65:7. 4 നാക്കഫ്, ദുഷിക്കുക. ലേവ്യപുസ്തകം 24:11, 16. 5 ബേറഖ്, ദുഷിക്കുക. 1 രാജാക്കന്മാർ 21:10, 13. ബൈബിളിൽ ദൂഷണം അധികവും ദൈവദൂഷണമാണ്. ദൈവത്തെയോ രാജാവിനെയോ ദുഷിക്കുന്നത് വലിയ കുറ്റമാണ്. 1 രാജാക്കന്മാർ 21:10, 13. മൂഢജാതി തിരുനാമത്തെ ദുഷിക്കും. നാക്കവ് ഷെയിം അഡോനായി. സങ്കീർത്തനം 74:18, യെശയ്യാവ് 52:5. ദൈവദൂഷണം 2 വിധത്തിലുണ്ട്. 1 ദൈവത്തിൻ്റെ നന്മയെ നിഷേധിക്കുകയും ദൈവത്തിൽ ദോഷമാരോപിക്കുകയും ചെയ്യുക. ലേവ്യപുസ്തകം 24:11, റോമാലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. 2 ദൈവിക ഗുണങ്ങളെ സൃഷ്ടിയിൽ ആരോപിക്കുക. യേശുവിൻ്റെ മേൽ യഹൂദന്മാർ ആരോപിച്ച ദൈവദൂഷണം അതായിരുന്നു. ലൂക്കോസ് 5:21, മത്തായി 26:65, യോഹന്നാൻ 10:36. അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ജഡത്തിൻ്റെ ദൗർബല്യം കൊണ്ടോ സംഭവിക്കുന്ന ദൈവദൂഷണത്തിന് പ്രായശ്ചിത്തം ചെയ്താൽ മതിയാകും. എന്നാൽ മനഃപൂർവ്വം ദൈവദൂഷണം പറയുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. ലേവ്യപുസ്തകം 24:11-16 വരെ. 3-ാം കൽപ്പനയുടെ പ്രത്യക്ഷ വ്യാഖ്യാനമാണോ ഇതെന്ന് വ്യക്തവുമല്ല. യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നതിൻ്റെ അർത്ഥം ദൈവനാമത്തിൽ കഴിക്കുന്ന നേർച്ച നിവർത്തിക്കണം എന്നത്രേ. ദൈവത്തിൻ്റെ ദൈവത്വത്തെയും ഗുണങ്ങളെയും നിഷേധിച്ചുകൊണ്ട് തിരുനാമം ദുഷിക്കുന്നതാണ് ദൈവദൂഷണം. ഈ കൽപ്പനയുടെ വെളിച്ചത്തിൽ പിൽക്കാല യഹൂദന്മാർ ദൈവനാമം ഉച്ചരിക്കുവാൻ പോലും മടിച്ചു. യഹോവയുടെ നാമത്തിനു പകരം അദോൻ, കർത്താവ് എന്ന പദം അവർ ഉപയോഗിച്ചു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അക്ഷന്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി 12:31, മർക്കോസ് 3:29, ലൂക്കോസ് 12:10. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ സാത്താൻ്റെ ശക്തിയിൽ ആരോപിക്കുകയാണ്. സാത്താൻ്റെ ശക്തി കൊണ്ടാണ് ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് പരീശന്മാർ കുറ്റപ്പെടുത്തി.